93,000 മെട്രിക് ടൺ LPGയുമായി 2 ഇന്ത്യൻ ടാങ്കറുകൾ ഉടൻ ഇന്ത്യയിലേക്കെത്തും. കൂടുതൽ ടാങ്കറുകൾക്ക് അനുമതി കിട്ടാനായി ഇറാനുമായി ചർച്ച തുടരുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. ശിവാലിക്, നന്ദാദേവി എന്നീ ടാങ്കറുകൾ ഹോർമുസ് കടന്നുവെന്ന് സർക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളുമായി ഇന്ത്യൻ തീരത്തെത്തുമെന്നാണ് കേന്ദ്രം പ്രതീക്ഷിക്കുന്നത്. ഇനിയും 22 ഇന്ത്യൻ എണ്ണക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിന്റെ പടിഞ്ഞാറുണ്ട്. പരിഭ്രാന്തരായി പാചകവാതകം ബുക്ക് ചെയ്യരുത് എന്ന നിർദ്ദേശം കേന്ദ്രം വീണ്ടും നൽകി. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. തൗഫീഖ്, 2 കപ്പലുകൾ പാചകവാതകവുമായി ഹോർമുസ് കടലിടുക്ക് കടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇന്ത്യ സ്ഥിരീകരിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ തുടരുന്ന പാചകവാതക ക്ഷാമത്തിൽ അല്പം ഒരു ആശ്വാസമാണ്. പക്ഷേ ഇപ്പോഴത്തെ അപര്യാപ്തത മറികടക്കാൻ പ്രാപ്തമാണോ എന്നുള്ള ചോദ്യമുണ്ട്. അതിനപ്പുറത്തേക്ക് കേന്ദ്രം മറ്റെന്തൊക്കെ നിർദ്ദേശങ്ങൾ നൽകുന്നു? ജിൽസി, 2 ടാങ്കറുകളാണ് ഇന്നോ നാളെയോ ആയിട്ട് മുംബൈയിലെത്തുമെന്ന് ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കുകൾ ഈ 2 കപ്പലുകളും കടന്നിട്ടുണ്ട്. എത്രയും വേഗം ഇത് എത്തിച്ചേരുന്നതോടുകൂടി നിലവിലത്തെ LPG ക്ഷാമത്തിന് ഒരു പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് പെട്രോളിയം മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ക്ഷാമത്തിന് പരിഹാരം കാണാൻ സാധിക്കില്ല, എന്നിരുന്നാലും ഒരു പരിധിവരെ നിലവിലുണ്ടായിരിക്കുന്ന ക്ഷാമത്തിനെ മറികടക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പെട്രോളിയം മന്ത്രാലയം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം അത് എത്തിച്ചേർന്ന ഉടൻ തന്നെ അതിൻ്റെ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുമെന്ന് കൂടി കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. 2 ടാങ്കറുകളാണ് എത്തുന്നത്. ഒന്ന് ശിവാലിംഗാണ്, മറ്റൊന്ന് നന്ദാദേവി എന്നീ 2 ടാങ്കറുകളാണ് ഹോർമുസ് കടലിലേക്ക് കടന്നതായിട്ട് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇറാനുമായിട്ടുള്ള ചർച്ചയിൽ ഡൽഹിയിൽ നിന്ന് നടന്നിരുന്നു. ഈ ചർച്ചയിലാണ് കൂടുതൽ കപ്പലുകൾ ഹോർമുസ് കടലിലേക്ക് വഴി കടന്നു പോകാനുള്ള ഒരു അനുമതി ഇറാൻ നൽകിയതായിട്ടുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി ഇന്ത്യയിലേക്ക് വരാനായി കടലിടുക്കിൽ കാത്തുകിടക്കുന്ന കൂടുതൽ കപ്പലുകൾ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 22 കപ്പലുകളാണ് അവിടെ ഇറാന്റെ അനുമതി കാത്തു കിടക്കുന്നത്. അത് എത്രയും വേഗം ഇന്നോ നാളെയൊക്കെ ആയിട്ട് ബാക്കിയുള്ള കപ്പലുകൾ കൂടി ഇന്ത്യയിലേക്ക് എത്തും എന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. നിലവിൽ പ്രതിസന്ധി ഇല്ല എന്നാണ് പെട്രോളിയം മന്ത്രാലയം ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. എന്നാൽ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പല ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിലും വലിയ രീതിയിലുള്ള ക്യൂകൾ ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. ആളുകൾ നേരത്തെ ബുക്ക് ചെയ്ത ആളുകൾ ഉൾപ്പെടെ ഇപ്പോഴും വരി നിൽക്കുകയാണ്. എന്നാൽ അവർക്ക് ആവശ്യത്തിന് പാചകവാതകം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഇതിനോടകം തന്നെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. വാണിജ്യവും അതോടൊപ്പം തന്നെ ഗാർഹിക പാചകവാതകവും രണ്ടും ഒരുപോലെ ലഭ്യമാകുന്നില്ല എന്നാണ് ആളുകൾ പരാതിപ്പെടുന്നത്. അതുകൊണ്ട് എത്രയും വേഗം കേന്ദ്ര സർക്കാർ ഇടപെടൽ നടത്തണം. പഴയതുപോലെ തങ്ങൾക്ക് പാചകവാതകം ലഭിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നുള്ളൊരു ആവശ്യം കൂടി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കരിഞ്ചന്ത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടയാനായിട്ട് പരിശോധന ഇപ്പോഴും തുടരുകയാണ്. വിവിധയിടങ്ങളിൽ പൂഴ്ത്തിവെച്ച ഗ്യാസ് സിലിണ്ടറുകൾ കഴിഞ്ഞ ദിവസവും ആ സ്ക്വാഡ് പിടിച്ചെടുത്തിരുന്നു. അതിന്റെ പരിശോധന ഇന്നും തുടരുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം പെട്രോൾ ഡീസലിനും ഒരു തരത്തിലുള്ള ക്ഷാമമില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എല്ലാ പെട്രോൾ പമ്പുകളിലും ആവശ്യമായിട്ടുള്ള പെട്രോളും ഡീസലും ഉണ്ടെന്ന് തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ശരി, അപ്പോൾ LPGയുമായി 2 ടാങ്കറുകൾ കൂടി 2 ഇന്ത്യൻ കപ്പലുകൾ കൂടി ഹോർമുസ് കടലിടുക്ക് കടന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇന്ത്യൻ സർക്കാർ സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് പരിഭ്രാന്തരായി പാചകവാതകം ബുക്ക് ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം കേന്ദ്രം നൽകുന്നു. ഇപ്പോൾ എത്തിയിരിക്കുന്ന ഈ കപ്പലുകൾ അത് രാജ്യത്തെ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ പ്രാപ്തമാണോ എന്നുള്ള ചോദ്യമുണ്ട്. കൂടുതൽ കപ്പലുകൾ എത്തേണ്ടിയിരിക്കുന്നു. ഈ പ്രതിസന്ധി മറികടക്കണമെങ്കിൽ അതിന് ഇറാനുമായി നയതന്ത്ര തലത്തിൽ ചർച്ചകൾ സജീവമാക്കുന്നു കേന്ദ്ര സർക്കാർ. തുടങ്ങിയ വിവരങ്ങളുടെ വിശദാംശങ്ങളാണ് തൗഫീഖ് അസ്ലം നൽകിയത്.